First question. Let A be a 5x4 matrix with real entries such that the space of all solution of the linear system Ax transpose is given by 1 plus 2s, 2 plus 3s, 3 plus 4s, 4 plus 5s transpose s element of R. Then the rank of A equal to ഒരു ലീനിയർ സിസ്റ്റം തന്നിട്ടുണ്ട് എ എക്സ് ട്രാൻസ്പോസ് എന്താണെന്ന്. അതിൻ്റെ സൊല്യൂഷൻ സ്പേസും തന്നിട്ടുണ്ട്. സൊല്യൂഷൻ സ്പേസ് എന്താ? 1 പ്ലസ് 2s, 2 പ്ലസ് 3s, 3 പ്ലസ് 4s, 4 പ്ലസ് 5sൻ്റെ ട്രാൻസ്പോസ്. എ എന്ന് പറയുന്ന ഒരു 5x4 മാട്രിക്സ് ആണ്. ഇതിൻ്റെ റാങ്ക് നമുക്ക് കണ്ടുപിടിക്കണം. റാങ്ക് നള്ളിറ്റി തിയറം അറിയാം. ഇഫ് എ ബി എ മെട്രിക്സ് ഓഫ് ഓർഡർ m by n, എ എന്ന് പറയുന്ന ഒരു m by n മെട്രിക്സ് ആണെങ്കിൽ റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു n ആയിരിക്കും. n എന്ന് പറയുന്ന നമ്പർ ഓഫ് കോളംസ്. m by n, m റോസും ഉണ്ട്, n കോളംസും ഉണ്ട്. റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു n ആയിരിക്കും, നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും. ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യാനുണ്ട്. ദ നള്ളിറ്റി ഈസ് ദ ഡയമെൻഷൻ ഓഫ് സൊല്യൂഷൻ സ്പേസ് ഓഫ് ദ ഹോമോജീനിയസ് സിസ്റ്റം Ax ട്രാൻസ്പോസ് ഈക്വൽ ടു 0. നള്ളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷൻ സ്പേസിൻ്റെ ഡയമെൻഷനാണ്. സൊല്യൂഷൻ സ്പേസിൻ്റെ ഡയമെൻഷനാണ് നള്ളിറ്റി. ഇവിടെ സൊല്യൂഷൻ സ്പേസ് തന്നിട്ടില്ലേ? ഏതാ സൊല്യൂഷൻ സ്പേസ്? 1 പ്ലസ് 2s, 2 പ്ലസ് 3s, അതിൻ്റെ ട്രാൻസ്പോസ്. സൊല്യൂഷൻ സ്പേസിനെ എസ് വെച്ച് ഡിനോട്ട് ചെയ്യാം. എസ് ഈക്വൽ ടു 1 പ്ലസ് 2s, 2 പ്ലസ് 3s അത് എഴുതി. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാലോ. 1, 2, 3, 4 എന്നുള്ള ഒരു കോളം പ്ലസ് 2s, 3s, 4s, 5s. എസ് ഔട്ട് സൈഡ് എടുക്കാമല്ലോ. എസ് ഇൻറ്റു 2, 3, 4, 5. അപ്പം ഇതിൻ്റെ നള്ളിറ്റി എന്താ? എസിനെ അസോസിയേറ്റ് ചെയ്ത് ഒരു വെക്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നള്ളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇതിനെ അസോസിയേറ്റ് ചെയ്ത് ഒറ്റ വെക്ടർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നൾ സ്പേസ് നള്ളിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. n ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. എ എന്ന് പറയുന്ന 5x4 മെട്രിക്സ് ആണ്. നമ്പർ ഓഫ് കോളംസ് 4 ആണ്. ജസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു n ആണ്. റാങ്ക് അറിയില്ല, നമുക്ക് കണ്ടുപിടിക്കണം. നള്ളിറ്റി എത്രയാണെന്ന് കിട്ടി? 1 ആണെന്ന് കിട്ടി. റാങ്ക് ഓഫ് എ പ്ലസ് 1 ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് 4. ഇതിൽ നിന്ന് റാങ്ക് ഓഫ് എ എന്ത് കിട്ടും? 3. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ. Let A be a 3x3 matrix with real entries such that determinant of A equal to 6 and trace of A equal to 0. If determinant of A plus 1 equal to 0, where 1 denote 3x3 identity matrix, then the eigenvalues of A are. A ഒരു 3x3 matrix ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര eigenvalues കാണും? 3 eigenvalues കാണും. ഡിറ്റർമിനന്റ് ഓഫ് എ തന്നിട്ടുണ്ട്, ട്രേസും തന്നിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ പ്ലസ് 1ഉം തന്നിട്ടുണ്ട്. നമുക്ക് ഏഗൻ വാല്യൂ ഓഫ് എയുടെ ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് ഓഫ് എ എന്തായിരുന്നു? പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ് ആയിരുന്നു. ട്രേസ് ഓഫ് എ എന്താണ്? സം ഓഫ് ഏഗൻ വാല്യൂസ് ആണ്. സം ഓഫ് ഏഗൻ വാല്യൂസ് ട്രേസ് ഓഫ് എ, പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ് ഡിറ്റർമിനന്റ് ഓഫ് എ. ഇനി ലാംഡ എയുടെ ഏഗൻ വാല്യൂ ആണെങ്കിൽ, എയുടെ ഒരു ഏഗൻ വാല്യൂ ആണ് ലാംഡ എങ്കിൽ എ പ്ലസ് 1ൻ്റെ ഒരു ഏഗൻ വാല്യൂ ആയിരിക്കും ലാംഡ പ്ലസ് 1. ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. അപ്പം ഏഗൻ വാല്യൂ ഓഫ് എ എന്ന് പറയുന്ന എക്ക് 3 ഏഗൻ വാല്യൂസ് ഉണ്ട്. അത് ലാംഡ 1, ലാംഡ 2, ലാംഡ 3 എന്ന് നമ്മൾ എടുത്തു. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ്. ഇതിൻ്റെ 3ൻ്റെയും കൂടെ പ്രൊഡക്റ്റ് ലാംഡ 1, ലാംഡ 2, ലാംഡ 3. അതെന്താണെന്ന് തന്നിട്ടുണ്ട്? 6 ആണെന്ന് തന്നിട്ടുണ്ട്. ട്രേസ് എന്ന് പറയുന്നത് സം ഓഫ് ഏഗൻ വാല്യൂസ് ആണ്. ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3 അതെന്താണെന്ന് തന്നിട്ടുണ്ട്? 0 എന്ന് തന്നിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പം എയുടെ ഡിറ്റർമിനന്റ് ഇതാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ പ്ലസ് 1 എന്തായിരിക്കും? ലാംഡ 1 പ്ലസ് 1 ഇൻറ്റു ലാംഡ 2 പ്ലസ് 1 ഇൻറ്റു ലാംഡ 3 പ്ലസ് 1. അതെന്താണ്? 0. അപ്പം ഡിറ്റർമിനന്റ് 0 ആണ്. ഇതിൻ്റെ അകത്ത് നിന്ന് ഈ 3 കാര്യങ്ങളല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി അതിവിടെ ചെക്ക് ചെയ്താൽ പോരെ ഓപ്ഷനിൽ. ഓപ്ഷൻ എ നോക്കുക. ഏഗൻ വാല്യൂസ് ഓഫ് എ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് എക്ക് ഇവിടെ ഏഗൻ വാല്യൂസ് ഡിറ്റർമിനന്റ് 6 ആണ്. 3 ഇൻറ്റു 2 6. ഇവിടെ -6 ആണ് വന്നേക്കുന്നത്. അപ്പോൾ എ അല്ല, ഓപ്ഷൻ എ തെറ്റാണ്. അടുത്ത് നോക്കി. -3 ഇൻറ്റു -1 3, 3 ഇൻറ്റു 2 6. ഡിറ്റർമിനന്റ് 6 തന്നെ കിട്ടി. ട്രേസ് ഓഫ് എ ചെക്ക് ചെയ്യുക. ട്രേസ് ഓഫ് എ ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുമോ?
-3 plus 2 -1 plus -1 -2 ആണ്. ഓപ്ഷൻ ബി തെറ്റാണ്. പിന്നെ ഓപ്ഷൻ സിയോ -3 ഇൻറ്റു 2 ഇൻറ്റു 1 -6 കിട്ടും. ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് -6 ആണ്. ഓപ്ഷൻ സി അവിടെ തന്നെ തെറ്റാണ്. പിന്നെ ഓപ്ഷൻ ഡി എന്താ? പിന്നെ ഓപ്ഷൻ ഡി ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ചെക്ക് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. ഓപ്ഷൻ ഡി തന്നെ എഴുതാം. ബാക്കി മൂന്നും തെറ്റാണെന്ന് കിട്ടി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡിറ്റർമിനൻ്റ് 6 ആണോ എന്ന്. 3 ഇൻറ്റു -2 ഇൻറ്റു -1 6 ആണ്. ട്രേസ് എന്താണ്? 3 - 2 1 1 - 1 0 ഈക്വൽ ടു ഇത്. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് ഫുള്ള് ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. ഡിറ്റർമിനൻ്റ് 6 ഇതിൻ്റെ അകത്ത് ഡിറ്റർമിനൻ്റ് 6 ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ തന്നെ ഓപ്ഷൻ എയും സിയും റിജക്റ്റ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ഓപ്ഷൻ ബിയും ഡിയും മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? സം ആയിരിക്കും. സം 0 ആകുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു അല്ലേ? ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ. Let n be the positive integer and hn be the space of all n by n matrices. A equal to Aij with entries are satisfying Aij equal to ARS, where I plus j equal to R plus S, IJRS equal to 1, 2, 3, etc. n. Then dimension of hn as a vector space over R is. hn ന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. hn എന്താ? ദ സ്പേസ് ഓഫ് ഓൾ n by n മെട്രിസസ് ആണ്. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. Aij ഈക്വൽ ടു ARS whenever I plus j ഈക്വൽ ടു R plus S. ഈ I plus j ഈക്വൽ ടു R plus S ആകുമ്പം Aij എന്താവും? ARS ആകും. അതായത് A12 എന്ന് പറയുന്നത് A21 ആണ്. 1 plus 2 3 ആണ്. 2 plus 1 3 ആണ്. ഇനി അടുത്ത ഏതാ? A13 ഫസ്റ്റ് റോയിലെ തേർഡ് കോളം. A13 3യും +1 4 4 ആഡ് ചെയ്യുമ്പോൾ കിട്ടാൻ പാകത്തിന്. അതായത് A31 വരും. A22 വരും അല്ലേ? അടുത്ത A14 ഈക്വൽ ടു A23 ഈക്വൽ ടു A32 ഈക്വൽ ടു A41 എക്സെട്ര. അതായത് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ ഫോം എന്താ? A11 A12 A13 എക്സെട്ര A1n. സെക്കൻഡ് റോ A21 A22 എക്സെട്ര A2n. ലാസ്റ്റ് an1 an2 എക്സെട്ര an. അതായത് an1 an2 an3 എക്സെട്ര an. അതായത് A12ഉം A21ഉം സെയിം ആണ്. A12ന് പകരം A21 കൊടുക്കാം. A13ക്ക് പകരം A22നും A13 ഈക്വൽ ടു A22 ഈക്വൽ ടു A31 ആണ്. A22ന് പകരം A13 കൊടുക്കാം. A31 എവിടെ വരും? തേർഡ് റോയിലെ ഫസ്റ്റ് കോളം ഇവിടെ. A31 പകരം A13 കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പം ഇതിൻ്റെ ഫസ്റ്റ് റോ ഫുള്ള് കിട്ടും. സെക്കൻഡ് റോയിലെ A2n എന്ന് പറയുന്ന ഒറ്റ എലമെൻറ്റ് മാത്രമേ ബാക്കി വരുള്ളൂ. ബാക്കിയെല്ലാം ഫസ്റ്റ് റോയിലെ ഒരു എലിമെൻറ്റുമായിട്ട് സെയിം ആയിട്ട് പോകും അല്ലേ? ഫസ്റ്റ് റോയിൽ n എലമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് റോയിൽ n ഉണ്ട്. സെക്കൻഡ് റോയിൽ 1, തേർഡ് റോയിൽ 1, അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ n കോളംസ് ആയിരുന്നു. അതിൽ ആദ്യത്തേൽ n ആണ് എഴുതി. അപ്പോൾ n-1 എണ്ണം ഉണ്ട്. n-1 ടൈംസ് 1. അപ്പോൾ എന്ത് വരും? 2n - 1. ദ ഡയമെൻഷൻ ഓഫ് h എന്ന് പറയുന്നത് എന്ത് വരും? 2n - 1. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let A be a 4x4 matrix. Suppose the null space of A equal to set of all x, y, z, w such that x plus y plus z equal to 0, x plus y plus w equal to 0. Then dimension of column space, rank of A, S is a basis of n of A. n of A എന്താ? null space ആണ്. n of A എന്താണെന്ന് തന്നിട്ടുണ്ട്? x, y, z, w such that ഇതിന് എങ്ങനെ എഴുതാം? z ഈക്വൽ ടു -x - y എന്ന് എഴുതാമല്ലോ. w ഈക്വൽ ടു -x - y എന്ന് എഴുതാം. അതായത് x ഈക്വൽ ടു r എന്ന് എടുത്തു, y ഈക്വൽ ടു s എന്ന് എടുത്തു കഴിഞ്ഞാൽ z നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, w എഴുതാൻ പറ്റും. അതായത് x, y, z, w എന്നുള്ളത് ഏത് ഫോമിലായിരിക്കും?
ആർ എസ്, ഇസഡിന് പകരം മൈനസ് ആർ മൈനസ് എസ്, ഡബ്ല്യുവിന് പകരം മൈനസ് ആർ മൈനസ് എസ്, വേർ ആർ എസ് ബിലോങ് ടു ആർ. ഇതിൽ നിന്ന് ആർ ഔട്ട് സൈഡ് എടുത്തു. ആർ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 0 മൈനസ് 1 മൈനസ് 1 പ്ലസ് എസ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 0 1 മൈനസ് 1 മൈനസ് 1. ആർ എസ് എലമെന്റ് ഓഫ് ആർ. ബേസിസ് ഫോർ n എന്ത് വരും? 2 വെക്ടേഴ്സ് ഉണ്ട്. 1 0 മൈനസ് 1 മൈനസ് 1 0 1 മൈനസ് 1 മൈനസ് 1. ഡയമെൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ്. ബേസിസിന്റെ അകത്ത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് എന്താ? 2. ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു 2 ആണ്. പിന്നെ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്തായിരുന്നു? ബേസിസ് ഈക്വൽ ടു 1 0 മൈനസ് 1 മൈനസ് 1. ആ ഒരു എലമെന്റ് അല്ല. അപ്പോൾ ഓപ്ഷൻ ഡിയും തെറ്റാണ്. Then റാങ്ക്. റാങ്ക് ആണ് പിന്നെ കണ്ടുപിടിക്കേണ്ടത്. റാങ്ക് നള്ളിറ്റി തിയറം അറിയാം. റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു n ആണ്. റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി എന്താണെന്ന് കിട്ടി? 2 ആണെന്ന് കിട്ടി. റാങ്ക് എ പ്ലസ് 2 ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് 4/4. നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 4 ആണ്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു 4 മൈനസ് 2 ഈക്വൽ ടു 2. ഓപ്ഷൻ സിയും തെറ്റാണ്. റാങ്ക് ഓഫ് എ 1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let T from Cn to Cn be a linear transformation n greater than or equal to 2. Suppose 1 is the only eigenvalue of T. Which of the following statements are true? T എന്ന് പറയുന്നത് Cn ൽ നിന്ന് Cn ലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. n greater than or equal to 2 ആണ്. 1 is the only eigenvalue of T. Tയുടെ 1 എന്ന് പറയുന്ന eigenvalue മാത്രമേ ഉള്ളൂ. If T equal to I. അതിന് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും. ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്താ? ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 1. ഇപ്പോൾ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 1. ഡയഗണൽ എലിമെന്റ്സ് ആയിരിക്കും ഈഗൻ വാല്യൂസ്. 1 മാത്രമേ അതിന് ഈഗൻ വാല്യൂ ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ടി റേസ് ടു കെ എന്താണ്? ടി റേസ് ടു കെ എന്ന് പറഞ്ഞാൽ ഐ റേസ് ടു കെ. 1 റേസ് ടു കെ എടുത്തു കഴിഞ്ഞാൽ 1 തന്നെ വരുള്ളൂ. ടി റേസ് ടു കെ ഈക്വൽ ടു 1 ഫോർ ഓൾ കെ എലിമെന്റ് ഓഫ് n. അതുകൊണ്ട് തന്നെ എ തെറ്റാണ്. ഓപ്ഷൻ എ പെട്ടെന്ന് തന്നെ നമുക്ക് കളയാം. ദെൻ ഓപ്ഷൻ ബി ടി മൈനസ് ഐ റേസ് ടു n മൈനസ് 1. ടി എന്ന് പറയുന്നത് 1 1 0 1 കൺസിഡർ ചെയ്യുക. ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് അല്ലേ? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് ആയിരിക്കും ഈഗൻ വാല്യൂസ്. ആ രീതിയിലാണ് നമ്മൾ ടി ചൂസ് ചെയ്തേക്കുന്നത്. ടി ഈക്വൽ ടു 1 1 0 1. ഇതിന് 1 മാത്രമേ ഈഗൻ വാല്യൂ ഉള്ളൂ അല്ലേ? അപ്പോൾ ടി മൈനസ് ഐ റേസ് ടു n മൈനസ് 1 എന്ത് വരും? ടി മൈനസ് ഐ. ഐ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഡയഗണൽ എൻട്രീസ് 1. ഡയഗണൽ എലിമെന്റ്സിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പം 0 ഇവിടെയും 0 0 0 0 1. ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. 0 മെട്രിക്സ് അല്ലല്ലോ. ഇതും കൂടെ 0 ആണെങ്കിലേ അത് 0 മെട്രിക്സ് ആവുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ ബിയും റിമൂവ് ചെയ്യാം. അടുത്തത് ഓപ്ഷൻ സി നോക്കുക. നമുക്കറിയാം 1 is the only eigenvalue of T. 1 is the only eigenvalue of T implies all eigenvalues of T minus y are 0. 1 ഒരു eigenvalue ആണെങ്കിൽ T minus iക്ക് എന്തായിരിക്കും? 1 minus 1 0 ആയിരിക്കും eigenvalue ഉണ്ടാകുന്നത്. അതായത് T minus i എന്താണ്? ഒരു നിൽപൊട്ടന്റ് മെട്രിക്സ് ആണ്. ഒരു സ്റ്റേജ് കഴിയുമ്പം അതെന്തായി പോകും? ഒരു 0 മെട്രിക്സ് ആയി പോകും. അങ്ങനെയുള്ളതിനെയാണ് നിൽപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ടി മൈനസ് ഐ റേസ് ടു എൻ എന്താണ്? 0 ആണ്. ടി മൈനസ് ഐ റേസ് ടു എൻ 0 ആണെങ്കിൽ ടി മൈനസ് ഐ റേസ് ടു എൻ പ്ലസ് 1 എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി 0 ആയിരിക്കും. അതായത് ഓപ്ഷൻ സിയും ഡിയും കറക്റ്റ് ആണല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആൻഡ് ഡി.